രാവണാദി രാക്ഷസന്മാരെ കൊണ്ടുള്ള ഭാരത്താൽ ഖിന്നയായ ഭൂമിദേവി ഗോരൂപത്തെ ധരിച്ച് ദേവന്മാരോടും മുനിമാരോടുമൊത്ത് ബ്രഹ്മാവിൻ്റെ സമീപത്തെത്തി തൻ്റെ വ്യസനം മുഴുവനും പറഞ്ഞു. ബ്രഹ്മദേവൻ ഭൂമിദേവിയുടെ ദുഃഖനിവൃത്തിക്കായി മഹാവിഷ്ണുവിൻ്റെ പക്കലെത്തി ഭഗവാനെ സ്തുതിച്ച് പ്രീതനാക്കി. കാര്യമാരാഞ്ഞ നാരായണനോട് ബ്രഹ്മദേവൻ പറഞ്ഞു: ഹേ ഭഗവൻ, രാക്ഷസ രാജാവായ രാവണൻ എന്നിൽ നിന്ന് ലഭിച്ച വരങ്ങളാൽ ദർപ്പിതനായി ത്രൈലോക്യങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ട് ലോകപാലന്മാരെ പോലും ദ്രോഹിക്കുന്നു. അവനാകട്ടെ മനുഷ്യനിൽ നിന്ന് മാത്രമേ മരണമുള്ളൂവെന്ന് ഒരു വരം എന്നാൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അങ്ങ് തന്നെ മനുഷ്യനായി അവതരിച്ച് ആ ദേവശത്രുവിനെ സംഹരിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ട ശ്രീഹരി ഇപ്രകാരം അരുളി ചെയ്തു: തപസ്സുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച കശ്യപ മഹർഷി എന്നോട് പുത്രനായി ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ അപ്രകാരം വരം നൽകുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഭൂമിയിൽ ദശരഥൻ എന്ന പേരിൽ രാജാവായി ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ശുഭദിനത്തിൽ 4 അംശങ്ങളായി അദ്ദേഹത്തിൻ്റെ പത്നിയായ കൗസല്യാദേവിയിലും മറ്റു പത്നിമാരിലുമായി പുത്രഭാവത്തിൽ ജനിക്കുന്നുണ്ട്. ജനക രാജഗൃഹത്തിൽ സീതയായി യോഗമായയും ആവിർഭവിക്കും. ഭവാന്മാരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിപ്പിക്കാം. ഇപ്രകാരം അരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. അനന്തരം ബ്രഹ്മാവ് ദേവന്മാരോടായി പറഞ്ഞു: മഹാവിഷ്ണു മനുഷ്യനായി രഘുകുലത്തിൽ അവതരിക്കുവാൻ പോകുന്നു. ഭവാന്മാർ സ്വാംശങ്ങളാൽ വാനരവംശത്തിൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ച് അദ്ദേഹത്തിന് ഭൂമിയിൽ ഇരിക്കുന്ന കാലത്തോളം സഹായം ചെയ്യേണ്ടതാണ്. അങ്ങനെ ദേവന്മാരെല്ലാം തന്നെ ശ്രീഹരിക്ക് സഹായം ചെയ്യുന്നതിനായി വാനരരൂപികളായി ജനിച്ച് ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഗിരികാനനങ്ങളിൽ വാസമുറപ്പിച്ചു.